പത്തനംതിട്ടയിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഒന്ന് അഭിയെടുത്ത് പറയുകയാണേ. ഇന്ന് തന്നെ ഒരു മരണ വാർത്ത കേൾക്കും. അമ്മ എന്താ ആരെങ്കിലും കൊല്ലാൻ പോവുകയാണോ? കൊല്ലാൻ പോവുക. പിന്നെ പ്രശ്നമൊന്നും ആവല്ലേ, ഇപ്പം ഞാൻ തന്നെ ജയിലില്ല, ഇനി അമ്മയും കൂടെ ജയിലിലാവാനുള്ള ഒരു പണിയും ചെയ്ത് വെക്കരുതെന്ന് അഭി പറയാണ്. അത് കുഴപ്പമില്ലടാ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ് ഞാൻ കൊല്ലാൻ തീരുമാനിച്ചേക്കുന്നതെന്ന് പറയാണ്. ഇല്ലേ ഇപ്പം എല്ലാവരുടെയും സന്തോഷം, ആ സന്തോഷം ഇല്ലാതെയാകാമെന്ന് വിചാരിച്ച് അതും വിഷമിക്കട്ടെ. അതെന്തായാലും നല്ലൊരു ഐഡിയ അമ്മേ. എനിക്കിപ്പം ആ കുടുംബത്തിൽ ഒരു വിലയുമില്ല. നിന്നെപ്പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ എന്ന് ജലജ പറയുകയാണ്. ദേവയാനി എന്ന് ജയൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, അതിന് ശേഷം എനിക്കും ആ കുടുംബത്തിനൊരു വിലയില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം അത് തന്നെയാണെന്ന് ജലജ പറയുകയാണ് വീട്. കുഞ്ഞില്ലാതാവുന്നതോടെ എല്ലാവരും സന്തോഷം അങ്ങ് നശിക്കുമല്ലോ, നമുക്കില്ലാത്ത സന്തോഷം മറ്റുള്ളവർക്കും വേണ്ട എന്ന് പറയുകയാണ്. ഇനി ഞാൻ വരുന്നത് ആ കുഞ്ഞ് പോയെന്നുള്ള വാർത്ത നിന്നെ അറിയിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ജലജ അങ്ങ് പോവുകയാണ്. വീട്ടിൽ ചെല്ലുമ്പം ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആദർശിനെയും നയനയും കാത്തിരിക്കുകയാണ്. ആ മരുമോളെ കാത്തിരിക്കുക അമ്മായിയമ്മ എന്നും പറഞ്ഞാണ് ചെല്ലുന്നത്. ഇതുവരെ വന്നില്ലേ ഏട്ടത്തി എന്ന് ചോദിക്കണം. ഇല്ല, അവരെ വിളിച്ചു നോക്കാൻ എന്തായിരുന്നു, അവരിങ്ങോട്ട് വരുമല്ലോ എന്ന് ദേവയാനി പറയുകയാണ്. നീ കരയാൻ തയ്യാറെടുത്തിരുന്നോ എന്നൊക്കെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ആദർശ് നയനയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് ജലജയ്ക്കൊരു സംശയം, കുഴപ്പമൊന്നുമില്ല, സന്തോഷിച്ചൊക്കെ വരുന്നത്. അപ്പം ദേവേനി പറഞ്ഞു എന്ത് പറഞ്ഞ മോളെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ അസുഖമൊക്കെ അങ്ങ് പോയി, ഡോക്ടർ കുറച്ച് വിറ്റാമിൻസ് ഗുളിക തന്നു വിട്ട്. ഒരു കുഴപ്പമില്ലേ എന്ന് ജലജ ചോദിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അല്ല, ഒന്നും സ്കാനൊക്കെ ചെയ്ത് നോക്കിയോ? ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞോ? നയന പറയാണ് ഒരു കുഴപ്പമില്ലെന്നല്ലേ ആദർശേട്ടൻ പറഞ്ഞത്, പിന്നെന്താ അപ്പച്ചിക്കൊരു സംശയം? ഏയ് ഒന്നുമില്ല എന്ന് പറയണം. ഇനി മോളി ഇന്നൊരു ജോലിയും ചെയ്യേണ്ട ദേവേനി പറയണം. അപ്പം നയന പറയണം അല്ലെങ്കിൽ ഞാനൊന്നും ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അമ്മ ഇതൊക്കെ വയറുവേനയും ചെറിയ വയറുവേനയൊക്കെ ഉണ്ടാവുന്നത് എന്നും നയന പറയാണ്. മോളൊരു ജോലിയും ചെയ്യേണ്ട, മോള് പോയി റെസ്റ്റ് എടുത്തോളാൻ പറയുകയാണ് ദേവേനി. അങ്ങനെ നയനയും ആദർശം കൂടെ കയറി പോവാണ്. അപ്പം ദേവയാനിയും പോകുന്നുണ്ട്. അപ്പോൾ ജലജ ആലോചിക്കുകയാണ്, ഇതൊക്കെ കൊടുത്തിട്ട് ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ഇനി വിഷം വല്ലതും കലക്കി കൊടുത്താലും ഇവക്കൊന്നും സംഭവിക്കത്തില്ല എൻ്റെ ദൈവമേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന വന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നയനയുടെ അടുത്തിട്ട് ദേവേനി വന്നിട്ട് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് മോളെ, ഇപ്പം കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പം മാറിയമ്മേ, അത് അന്നേരം ഒന്ന് തോന്നിയതെന്നേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടർ പറയാമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്, അത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്നും പറഞ്ഞു. വലിയ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ കാര്യം പറയാണ്. എൻ്റെ അമ്മേ ചന്തുമോൾ എന്തിയേ? അപ്പം ദേവേനി പറയണം ഞാൻ കണ്ടില്ല, അവളെ കണ്ടില്ല മോളെ, കുറച്ച് നേരമായി മോളെ കണ്ടിട്ട്, അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കളിക്കുകയായിരിക്കും. മോൾക്ക് വയറുവേദന ആയതുകൊണ്ട് തന്നെ മോളെ ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കളിക്കുമായിരിക്കും എന്ന് ദേവേനി പറയണം. അപ്പം നയനയും പറയാണ്, ഞാനും അങ്ങ് വയ്യാതെ കാരണം കടന്നയമ്മേ, അതുകൊണ്ട് മോളെ തിരക്കിയില്ല, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയാണ്. അപ്പം ദേവേനി പറയണം മോളെ റെസ്റ്റ് ചെയ്തോ, ഞാൻ പോയി നോക്കാം എന്ന് പറയാണ്. അങ്ങനെ ദേവയാനി പോവാണ്. ചന്തുമോളെ അവിടെ എല്ലാം നോക്കിയിട്ട് ചന്തുമോളെ കാണുന്നില്ല. അങ്ങനെ ചന്തുമോളെ വിളിക്കുമ്പോഴത്തേക്കും അനക്കമൊന്നുമില്ല. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ നിന്ന് ചന്തുമോളെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അല്ല അമ്മേ, മോളെ കാണുന്നില്ല, മോളെ കുറേ നേരമായിട്ട് കാണുന്നില്ല, ഇവിടെ എല്ലാം ഞാൻ വിളിച്ച് അന്വേഷിച്ചു, കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഏട്ടത്തി? അല്ല ചന്തുമോളെ കണ്ടോ? ഇല്ല എന്ന് പറയാണ്. അത് എവിടെയെങ്കിലും ഇരുന്ന് കളിക്കുന്നുണ്ടായിരിക്കും. ഇല്ല ജാനകി, ഞാനിവിടെ എല്ലാം അന്വേഷിച്ചു, മോളെ കാണുന്നില്ല. നയന ഇപ്പം ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, നയനയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചന്തുമോളുടെ കാര്യം അങ്ങ് വിട്ടുപോയി എന്ന് ദേവയാനി പറയാണ്. എന്നാൽ നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവയാനി അങ്ങ് കയറി പോവുകയാണ്. അപ്പം അവിടെ എല്ലാം നോക്കുകയാണ്. നമുക്കും കൂടെ നോക്കാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനി നോക്കി ചെന്നപ്പോഴത്തേക്ക് ചന്തുമോൾ ഒരിടത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഓടി ചെന്ന് ദേവയാനി എടുക്കുകയാണ്. ചന്തുമോളെ മോളെ മോളെ എന്ന് വിളിക്കുകയാണ്. അപ്പം ദേവയാനിയുടെ സൗണ്ട് കേട്ട് അങ്ങോട്ടത്തേക്ക് ജാനകിയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്, ജലജയും വരുന്നുണ്ട്. ദേവയാനി പറയണം, അമ്മേ മോൾക്ക് അനക്കമില്ലല്ലോ, മോൾക്ക് എന്ത് പറ്റി എന്ന് പറയുകയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാം അമ്മേ എന്ന് പറയണം. ഇവരുടെ സൗണ്ടൊക്കെ കേട്ട് നമ്മുടെ നയന അങ്ങോട്ട് വരികയാണ്. എന്താ അമ്മേ? അല്ല എന്ത് പറ്റി ചന്തുമോൾക്ക്, എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് നയന വരികയാണ്. ഒന്നുമില്ല മോളെ, ചന്തുമോള് എന്താ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോഴത്തേക്കും നയന കരച്ചിലൊക്കെയായി. ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്ത് പറ്റി മോൾക്ക്, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അറിയത്തില്ല മോനെ, മോളിവിടെ കിടക്കുന്നത് കാണാൻ ഞാൻ തിരക്കി വന്നപ്പോൾ മോളിവിടെ കിടക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ചന്തുമോളെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ജലജയ്ക്ക് എന്തോ സംശയം, ആ ജ്യൂസ് ഇനി കുഞ്ഞാണോ കുടിച്ചതെന്നൊരു സംശയം ഉണ്ടായി. ജലജ നവ്യടുത്ത് വന്നിട്ട് പറയുക, മോളെ ഞാനാണെങ്കിൽ നയനയുടെ കുഞ്ഞിനെ വേണ്ടാന്ന് കളയാൻ വേണ്ടി ഒരു പൊടി കലർത്തിയിരുന്നു, അത് കുടിച്ച് എനിക്ക് തോന്നുന്നു ചന്തുവാണെന്ന് തോന്നുന്നു, ആസത്ത് പെണ്ണാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അതവിടെ ബോധം കെട്ട് കിടക്കുന്നു. നയനയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല.
അപ്പം നവ്യ ചോദിക്കുകയാണ്, അമ്മ എന്തൊരു പണിയാണ് കാണിച്ചത്. ഇപ്പം ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായോ അതെങ്ങനെ ആ വീട്ടിൽ വന്നു എന്ന് ഒരു സംശയവും വരും. ഈ വീട്ടിൽ എങ്ങനെ വന്നു എന്നൊരു സംശയം വരത്തില്ലയോ? നമ്മൾ തന്നെയല്ലേ എല്ലാവരും സംശയിക്കത്തുള്ളൂ. അമ്മയാണെങ്കിൽ എന്തു ഒരു ആലോചിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നവ്യ ചോദിക്കുകയാണ്. നവ്യയ്ക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണ്. ഇപ്പം അഭി മാത്രമേ ജയിലിലായിട്ടുള്ളൂ. ഇനി അമ്മ നമ്മളെല്ലാവരും കൂടെ ജയിലിലാകാനുള്ള പണി ഒപ്പിച്ച് വെക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ നവ്യ ഇങ്ങനെ പറയുന്നത്? നീ പറഞ്ഞില്ലേ നിൻ്റെ അനിയത്തിമാരെ നിനക്ക് ഇഷ്ടമല്ല, എന്തിനും എൻ്റെ കൂടെ കൂട്ടി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ എന്താ പറയുന്നത്? അതൊക്കെ ശരി തന്നെ അമ്മേ എന്നും പറഞ്ഞ് മണ്ടത്തരങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നും പറഞ്ഞ് നവ്യയും ജലജയും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയത്ത് ചന്തുമോളെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വന്ന് ഡോക്ടർമാരെല്ലാം ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുറത്ത് ടെൻഷൻ അടിച്ച ആദർശും നയനയും ദേവയാനിയും എല്ലാവരും ഉണ്ട്, ജാനകിയൊക്കെ ഉണ്ട്. നയനയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, എൻ്റെ ചന്തുമോൾക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് കഴിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണ് കഴിച്ചതെന്ന് ദേവേനി പറയണം. ഞങ്ങളെല്ലാം കഴിച്ചത് തന്നെയാണ് കഴിച്ചതെന്ന് ദേവേനി പറയണം. അപ്പം അല്ല അവസാനം എന്താ കുഞ്ഞ് കഴിച്ചേ എന്ന് പറയാണ്. അപ്പോൾ ദേവേനി ആഹാരത്തിൻ്റെ പേര് പറയുമ്പം നന്നെ പറയാണ്, അല്ല മോള് ജ്യൂസ് കുടിക്കുമായിരുന്നു. ജ്യൂസോ? എപ്പം കുടിച്ചു എന്ന് ദേവേനി ചോദിക്കുകയാണ്. അമ്മ എനിക്ക് വന്ന ജ്യൂസ് ഞാൻ കുടിച്ചില്ല, അത് ഞാൻ ചന്തുമോക്കാണ് കുടിച്ചത്. എൻ്റെ വയറ് നിറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുടിച്ചില്ല, അത് ഞാൻ ചന്തുമോക്ക് കൊടുത്തതെന്ന് നയന പറയുകയാണ്. മോളും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണെന്ന് നയന പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ പോയിസൺ എത്തിയിട്ടുണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോഴേ നയനയെ ആദർശം ഞെട്ടിയാണ്. പോയിസണോ? അതെ, എങ്ങനെയോ കുഞ്ഞിൻ്റെ ഉള്ളിൽ ചെറിയ പോയിസൺ എത്തിയിട്ടുണ്ട്, അത് വയറ് ക്ലീൻ ചെയ്ത് കളയണം. എന്തായാലും കൃത്യസമയത്താണ് നിങ്ങൾ കൊണ്ടുവന്നത്. അത് നിങ്ങൾ പറഞ്ഞത് വെച്ച് ഈ കുട്ടിക്ക് കൊണ്ടുവന്ന ജ്യൂസല്ലേ? അതെ ഡോക്ടറെ, മോളിപ്പം പ്രഗ്നൻ്റ് ആണെന്ന് പറയുകയാണ് ദേവയാനി. ആഹാ, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയ ഒരാൾക്കാണോ ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങളെന്താണ് ശ്രദ്ധയില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഈ സമയത്ത് ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആഹാരത്തിനെല്ലാം നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഡോക്ടറെ എന്ന് ദേവയാനി പറയാണ്. പിന്നെ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. അത് ഞങ്ങൾക്കറിയില്ല ഡോക്ടറെ എന്ന് ആദർശം പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അപ്പം അയാൾക്ക് കൊടുക്കുന്ന ആഹാരം എപ്പോഴും ശ്രദ്ധിച്ചേ കൊടുക്കാമെന്ന് ഡോക്ടർ പറയുകയാണ്. ശരി ഡോക്ടറെ എന്ന് ആദർശം ദേവയാനിയും പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അങ്ങ് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോൾ ദേവയാനിയും ആദർശവും ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുകയാണ്. ദേവയാനി പറയാണ്, ആ ജ്യൂസ് ഞാൻ മോൾക്ക് കൊണ്ടുവന്ന് മോളത് കുടിച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മുടെ കുഞ്ഞ് ഇല്ലാതായേനെ എന്ന് ദേവയാനി പറയാണ്. അപ്പം ഞാൻ സങ്കടത്തോടെ പറയാണ്, എനിക്ക് കൊണ്ടുവന്ന ജ്യൂസ് ഞാനാണ് മോളെ നിർബന്ധിച്ച് കുടിപ്പിച്ചത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയാണ്, കുഴപ്പമില്ല, നീയാണ് ആ ജ്യൂസ് കുടിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഇല്ലാതായേനെ. എന്തായാലും ചന്തുമോൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ കൃത്യസമയത്താണ് കൊണ്ടുവന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ദേവയാനി പറയാൻ, ദൈവം രക്ഷിച്ചു. എന്നാലും നമ്മുടെ വീട്ടിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദേവയാനിയും ആദർശവും കൂടെ പറയുകയാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ എന്ത് നടക്കുന്നതെന്നറിയാതെ ചന്തുമോൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ മുത്തശ്ശി അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.